ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം ജെറമിയ പ്രവചനം 15-ാം അധ്യായം 16-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷം. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത്. പ്രവാചകൻ സന്തോഷത്തോടെ പറയുകയാണ്, ദൈവവചനത്തെ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. വചനം ഭക്ഷിച്ച് വചനത്തിൽ വളരുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും കൃപയുള്ള അനുഗ്രഹദായകമായ പ്രവൃത്തിയാണ്. ദൈവവചനത്തെ കണ്ടെത്തുക. ഓരോ ദിനവും പരിശുദ്ധാത്മാവ് അനേകം വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ വ്യഗ്രത മൂലം പലവിധ ആകുലതകളും ഞെരുക്കങ്ങളാലും നൽകപ്പെടുന്ന ഈ വചനങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമ്മെ പരിരക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ കൃപയിലേക്ക് നടത്തുന്ന തിരുവചനങ്ങൾ ദിനംതോറും ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ വലിയ സന്തോഷത്തോടെ പറയുന്നു, ഈ വചനങ്ങളെല്ലാം ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കണം. ആരെല്ലാം വചനം ഭക്ഷിക്കുന്നുവോ അവർ വചനത്തിന്റെ തീയായി മാറും. 81-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ ആത്മാവ് നമുക്ക് തരുന്ന ഒരു പ്രോമിസ് ഉണ്ട്. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. എന്താണ് ഈ ഭക്ഷണം? ദൈവത്തിന്റെ വചനമാണ്, പരിശുദ്ധ വചനമാണ്, സത്യത്തിന്റെ വചനമാണ്. ആരെല്ലാം ഹൃദയം തുറന്ന് വലിയ ദാഹത്തോടെ ഈ വചനം ഭക്ഷിക്കുന്നുവോ, വചനം ഭക്ഷിക്കുന്നുവോ, വചനം ധ്യാനിക്കുന്നുവോ, അവരിലേക്ക് അസാധാരണമായ കൃപ ഒഴുകപ്പെടുകയാണ്. വചനം ഭക്ഷിക്കുന്നവരിൽ അവരുടെ ബുദ്ധിയിലുള്ള അന്ധകാരം മാറുകയാണ്. ജീവിതത്തിലുള്ള കെട്ടുകൾ പൊട്ടുകയാണ്. പൈശാചിക ബന്ധനങ്ങൾ തകരുകയാണ്. വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നിടത്ത്, വചനത്തിന്റെ കൃപ ഒഴുകുന്നിടത്ത് ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകുന്നു. സാത്താൻ കോട്ടകൾ തകർന്നു വീഴുന്നു. അപ്രകാരമുള്ള ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കാണപ്പെടുന്ന അത്ഭുതങ്ങളാണ്. അവർ പോകുന്നിടത്തെല്ലാം ദൈവ സാന്നിധ്യ പകർച്ചയുണ്ടാകും. അവർ സ്പർശിക്കുമ്പോൾ അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാകും. അവരുടെ സാന്നിധ്യം തന്നെ ദൈവകൃപയെ കൊണ്ടുവരും. എന്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. കാരണം വചനം യേശുവാണ്, വചനം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. വചനം ഹോളി സ്പിരിറ്റ് ആണ്. വചനത്തിൽ വിശ്വസിക്കുക, വചനം ധ്യാനിക്കുക, വചനം ഭക്ഷിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ്, കൃപയാണ്, അഭിഷേകമാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് വേരുറപ്പിച്ച് കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന്റെ കൾച്ചറാണ് ഉണ്ടാകേണ്ടത്, ഈ ലോകത്തിന്റെ കൾച്ചറല്ല. കർത്താവിന്റെ വചനം നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കണം, നമ്മുടെ മക്കളെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ തലമുറകളെ, നമ്മുടെ വ്യാപാരങ്ങളെ, നമ്മുടെ വരുമാന ആദായ വഴികളെ നിയന്ത്രിക്കുമാറ് ദൈവത്തിന്റെ വചനം നമ്മിൽ ഭരണം നടത്തട്ടെ. വചനം നമ്മളെ കൺട്രോൾ ചെയ്യട്ടെ. വചനത്തിൽ വിശ്രമിച്ച് വചനമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാൻ സഹോദരങ്ങളെ. വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവന്റെ ഹൃദയത്തിന് ആനന്ദമൃതമായി, എനിക്ക് സന്തോഷവുമായി. നീ വചനത്തിൽ വിശ്രമിക്കുമ്പോൾ, നീ വചനത്തെ കണ്ടെത്തുമ്പോൾ, സഹോദര സഹോദരി, നീ വചനം ഭക്ഷിക്കുമ്പോൾ
നിന്റെ ഹൃദയത്തിന്റെ സകല ആകുലതകളും മാറും. നിന്റെ ജീവിതത്തിന് ഇരുട്ടുകൾ മാറും. നിനക്ക് ദിശാബോധമുണ്ടാകും. വചനം നിനക്ക് വഴികാട്ടിയാകും. വചനം നിനക്ക് ആലോചന തരും. നമുക്ക് വേണ്ടതെല്ലാം ദൈവത്തിന്റെ വചനം കൂട്ടിച്ചേർക്കും. ഈ സത്യം മനസ്സിലാക്കി ദൈവവചനത്തിന് ആഴപ്പെട്ട ഒരു ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. ഈ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.